ഷിംജിതയുടെ ഒരു വീഡിയോ ഒന്ന് കണ്ടോണേ. കണ്ണിന് പകരം കണ്ണ് എന്ന നയം ലോകത്ത് വന്നു കഴിഞ്ഞാലേ ലോകത്തുള്ള ആളുകൾ മൊത്തം അന്ധന്മാരായിരിക്കും എന്ന ഗാന്ധിജിയുടെ വാക്കുകളെ ഇന്ന് പലസ്തീന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ മനസ്സ് കിടന്ന് കുലുങ്ങുക. ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, ഓരോ ദിവസവും എത്ര നിരപരാധികളുടെ കണ്ണീരാ നമ്മൾ കാണേണ്ടി വരുന്നത്. ശരിക്ക് ഈ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അത് വേദന മാത്രമല്ലേ തരുന്നുള്ളൂ. യഥാർത്ഥ ശക്തി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അക്രമോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഒന്നുമല്ല. അത് സത്യവും കരുണയും നീതിയും ഒക്കെയാ. ഇതൊക്കെ ഒന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാം. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പലസ്തീനിലും അതുപോലെ ലോകത്തിന്റെ എല്ലാ കോണിലും സമാധാനത്തിന്റെ വെളിച്ചം പരക്കട്ടെ എന്ന്. പരക്കട്ടെ. നേരത്തെ തന്നെ ആള് പറയേണ്ടതൊക്കെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് പോയി അല്ലേ. ദീപക് തൊടാതെ തന്നെ തൻ്റെ അമ്മിഞ്ഞയിൽ ഉരച്ചു എന്ന രൂപത്തിൽ ഒരു വീഡിയോ ചിത്രീകരിച്ച് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലിട്ട് പബ്ലിക്കിന് അവനെ വിചാരണ ചെയ്യാൻ ഇട്ടുകൊടുത്തിട്ട് കൊലയ്ക്ക് കൊടുത്തവളുടെ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആരുടെ ചാരിത്ര പ്രസംഗം പോലെ. മനസ്സിലായില്ലേ? അതുപോലെയാണ് ഈ പ്രസംഗം എനിക്ക് തോന്നിയത്. രസകരമായ സംഗതി എന്താണെന്നറിയാമോ? ഇതിന്റെ താഴെ വന്ന കമന്റുകളാ. കുറച്ച് ഞാനൊന്ന് കാണിക്കാം, നിങ്ങൾ വായിച്ചോണേ. ഇന്റർനാഷണൽ വൈറലായല്ലോ. ഇപ്പോ പലസ്തീന്റെ കരച്ചിലല്ല കേൾക്കുന്നത്, നിന്റെ നാശം കാണാൻ വേണ്ടി എല്ലാവരും കരയുന്നതാ. മനുഷ്യന്റെ മാംസവും മലവും മൂത്രവും തിന്നുന്ന നീയാണോ ഗാന്ധിജിയുടെ പെങ്ങളാവാൻ നോക്കുന്നത്? ഒരായുധവുമില്ലാതെ മുലയുരച്ച് ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് നിരപരാധിയായിട്ടുള്ള ഒരു യുവാവിനെ കൊന്നിട്ട് തെളിയിച്ച ആളാ നമ്മുടെ ഫിലിം സ്റ്റാർ പറയുന്നതൊന്ന് കേട്ടെ. ഒരു പെണ്ണ് വിചാരിച്ചാൽ നിങ്ങളുടെ പേരിൽ ഒരു കേസ് കൊടുത്താൽ മതിയല്ലോ, കഴിഞ്ഞല്ലേ പണി. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനും ആണ്. എന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ അവര് അതിജീവിതയായി ഇരയായി മാറുന്നു. അത് ഈ പുരുഷൻ എന്ന ആൾക്ക് ഇരയല്ലേ. ലൈംഗിക അതിക്രമം നടത്തിയെന്ന യുവതിയുടെ ആരോപണം നേരിട്ടതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. തന്നെയുമല്ല, ആ യുവാവ് നിരപരാധി കൂടിയാണ്. ആ യുവാവിന്റെ ഭാഗവും കേൾക്കാൻ ഇവിടെ ഒരു കമ്മീഷൻ വേണമെന്നാണ് നമ്മളും പറയുന്നത്. ഇവൾ എന്തായിരുന്നാലും അറസ്റ്റിലായി, ജയിലിലായി, റിമാൻഡിലായി. റിമാൻഡ് റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോഴാണ് കൂടുതൽ ആളുകൾക്ക് ബോധ്യപ്പെട്ടത് ഇവള് തന്നെയാണ് തെറ്റുകാരിയെന്നും ഇവള് എഡിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചിത്രീകരിച്ചതെന്നും. അതുവരെ അവളെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ പോലും റിമാൻഡ് റിപ്പോർട്ട് വന്നപ്പോൾ കാര്യം കൃത്യമാക്കി മനസ്സിലാക്കി. ഇപ്പോ അവൾക്ക് ജയിലിൽ ഒറ്റയ്ക്ക് പോരാ. കൊതുക് കടി, നല്ല രൂപത്തിൽ മെത്തയില്ല, AC ഇല്ല, സൗകര്യങ്ങളില്ല, അങ്ങനെ മൊത്തം ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന ഫുഡ് കിട്ടുന്നില്ല, റീൽസ് ഇടാൻ പറ്റുന്നില്ല, മേക്കപ്പ് ഇടാൻ പറ്റുന്നില്ല, ഫിൽറ്റർ ഇടാൻ പറ്റുന്നില്ല, ഫോണും കിട്ടുന്നില്ല. ആകെ മൊത്തം ടോട്ടൽ താത്ത ഫ്രസ്ട്രേറ്റഡ് ആണ്. 6 മാസത്തെ സെക്ഷൽ ഫ്രസ്ട്രേഷനിൽ മുലയുരച്ചൊരു യുവാവിനെ കൊന്നു. ഇനിയിപ്പോ ഈ ഫ്രസ്ട്രേഷനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പോൾ ഒരു യുവാവ് ചോദിക്കുന്നു, നിന്നെ കെട്ടിച്ചയച്ചതാണോ ഹണിമൂണിന്? മിണ്ടിയും പറഞ്ഞും തൊട്ടും ഉരുമിയും ഒക്കെ ഇരിക്കാൻ ആള് വേണമെന്ന് പറയാൻ അങ്ങനെ വിട്ടതാണോ? യുവാവിന്റെ ചോദ്യം കേട്ടോളൂ. ഒരു കാര്യം പറയുകയാണ്, വിഷയത്തിലേക്ക്. ഷിംജിത, എന്താണ് ഷിംജിത, നിന്നെ കല്യാണം കഴിപ്പിച്ചല്ല ജയിലിലേക്ക് വിട്ടത്. ഷിംജിത പറയുകയാണ്, ഇപ്പൊ കൂടെ മുസ്തഫ ഉണ്ടായിരുന്നെങ്കിലോ
ഒറ്റയ്ക്ക് ബോറടിക്കുന്ന ജയിലിൽ എന്റെ കൂടെ മുസ്തഫ വേണമെന്ന് സിംജിത്ത പറയുകയാണ്. ഒരു കാര്യം പറയുകയാണ്, വിഷയത്തിലേക്ക് അടക്കം ഞെട്ടിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കാണണം. അതായത് ദീപകിന്റെ കേസിൽ വളരെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഞെട്ടിക്കുന്ന വീഡിയോ ആണ്. അത് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കാണണം. ഒരു തുള്ളി പച്ചവെള്ളം പോലും സിംജിത്ത കുടിക്കുന്നില്ല. അതായത് ജയിൽ ഭക്ഷണം ഒരിത്തിരി പോലും കഴിക്കുന്നില്ല. അതിന്റെ 2 കാരണമാണ് സിംജിത്ത പറയുന്നത്. ഒന്നാമത്തെ കാരണം, ഇങ്ങനെയുള്ള ഭക്ഷണം അവൾ ഇതിനു മുമ്പ് കഴിച്ചില്ലത്രേ. അവൾക്ക് വേണ്ടത് ബിരിയാണി, ബീഫ്, മട്ടന്, ചിക്കന്, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്. VIP അല്ലേ, ദുബായിലല്ലേ ഫുൾ ടൈം. ദുബായിൽ മറ്റേടുത്ത പണിയല്ലേ ഇവൾക്ക്. എന്നെ ഒന്നും കൂടി ഞാൻ വായി തുറപ്പിക്കുന്നില്ല. ജയിൽ സാറുമാരോട് ഈ വൃത്തികെട്ട പണ്ടാരം പറയുകയാണത്രേ. അതായത് സാറേ, ഇതൊക്കെ ഞാൻ ഇതൊക്കെയാണോ കഴിക്കേണ്ടത്? ഞാൻ അതിജീവിതയല്ലേ, എനിക്ക് നല്ല നല്ല ഭക്ഷണമല്ലേ വേണ്ടത്, ഞാനൊരു ആരോപണമാണ്, ഞാൻ അതിജീവിതയാണെന്ന് പറയുകയാണ് വൃത്തികെട്ടവൾ. രണ്ടാമത് ഈ വൃത്തികെട്ട ജന്തു പറയുന്ന കാരണം, അതായത് കരയുകയാണ്, കള്ളക്കരച്ചിലാണ്. എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് ദീപകിനെ ഓർമ്മ വരുന്നു, ദീപകിനെ സ്വപ്നം കാണുന്നുണ്ട് എന്ന്. ഇങ്ങനെ പറയാനുള്ള കാരണം, ഇവൾ പറഞ്ഞത് പച്ചക്കള്ളം എന്ന് തെളിയുകയാണ്. ഇവളുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുമ്പോൾ 7 വീഡിയോ ആണ് ഇവൾ ഷൂട്ട് ചെയ്തത്. ഓക്കെ, 1 3 മിനിറ്റ്, 2 മിനിറ്റ്, 5 മിനിറ്റ്, 4 മിനിറ്റ് ഇങ്ങനെ ദൈർഘ്യമുള്ള മൊത്തത്തിൽ 7 വീഡിയോ ആണ്. ആ 7 വീഡിയോ ഇൻഷോട്ട് ആപ്പിലേക്ക് കയറ്റി നോക്കൂ നിങ്ങൾ. മൊത്തത്തിൽ 11 മിനിറ്റും 50 സെക്കൻഡും ദൈർഘ്യമാണ് ഈ 7 വീഡിയോ ഉള്ളത്. ഓക്കെ, കുറച്ചായിട്ട് 11 മിനിറ്റ് 50 സെക്കൻഡ് അങ്ങനെയുള്ള വീഡിയോ ഇവൾ എഡിറ്റ് ചെയ്ത് വെറും 17 സെക്കൻഡിന്റെ ഒരു വീഡിയോ ആക്കി മാറ്റുകയാണ്. എങ്ങനെയാവും? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 11 മിനിറ്റിന്റെ വീഡിയോ. അതിനെ എഡിറ്റ് ചെയ്ത് മുക്കും മൂലയും എല്ലാം കഷ്ണം ചെയ്ത് ഒരു 20 സെക്കൻഡ് ആക്കിയാൽ എങ്ങനെയുണ്ടാവും? അത് പോലീസിന് അറിഞ്ഞപ്പോൾ സിംജിത്ത കുടുങ്ങുകയാണ്. അപ്പോൾ സിംജിത്ത പറയുകയാണ്, സാറേ എനിക്കൊരു തെറ്റ് പറ്റി സാറേ, എന്നോട് പൊറുക്കു സാറേ, എനിക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം തരണം സാറേ, എനിക്ക് ഇതിന്റെ അകത്ത് ഒറ്റയ്ക്ക് ഭ്രാന്താവുന്നു, എനിക്ക് മുസ്തഫയെ ഓർമ്മയാവുന്നു സാറേ എന്ന്. മുസ്തഫയും ഇവളും ഡിവോഴ്സ് ആണ്, പക്ഷേ ഇവളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. രണ്ടുപേരും സത്യത്തിൽ പിരിഞ്ഞിട്ടില്ല. മുസ്തഫ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇവളെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് അങ്ങനെയുള്ള ഒരു പകുതി ഡിവോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഇവൾക്ക് മുസ്തഫയെ വേണം. നേരത്തെ മുസ്തഫയെ വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലത്. ഇവ പറയുകയാണെങ്കിൽ ജയിലിൽ എനിക്ക് മുസ്തഫയെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ആദ്യം പറ്റി തരാം. നോക്കൂ നിങ്ങൾ. ഇവരെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇന്ന് ഉച്ചയോടെ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരാണ് ഇവർ. വൃത്തികെട്ട സ്ത്രീയായ ശ്രീലക്ഷ്മി അറക്കലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഓക്കെ, ദീപകിന്റെ മൃതദേഹത്തെ, അതായത് മരിച്ചുപോയ ആ ഒരു ബോഡിയെ കളിയാക്കിയ സ്ത്രീയാണ് ശ്രീലക്ഷ്മി അറക്കൽ. ഓക്കെ, അതായത് ദീപകിന്റെ ഭാഗം തെറ്റാണ്, ഈ പറയുന്ന സിംജിത്തയാണ് ശരിയെന്ന് പറഞ്ഞ വൃത്തികെട്ടവളാണ് ആ ശ്രീലക്ഷ്മി അറക്കൽ. ഓക്കെ, ആ പണ്ടാരത്തിനെതിരെ ഈ ഒരു സ്ത്രീ, ഈ നന്മയേറിയ സ്ത്രീ ഒരു വീഡിയോ ഇന്നലെ രാത്രി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ആ വീഡിയോ നിങ്ങൾ ഓരോരുത്തരും കാണണം. വലിയ വിവാദമാണ്. ഈ യുവതിയുടെ കയ്യിൽ നിന്ന് ഒരു പറഞ്ഞ വീഡിയോ ഞാൻ ഇട്ടുതരാം. ആ ലേഡി നല്ല രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതുപോലെ ശക്തിയുക്തം പ്രതികരിക്കുന്ന ആളുകളെയാണ് നമുക്ക് വേണ്ടത്. നിനക്ക് ഏതോനാ ഈ പേരിട്ടിനി? ഏത് തന്തക്ക് ഉറക്കാത്തോനാ നിനക്ക് ഈ പേരിട്ടെ? ശ്രീലക്ഷ്മി അറക്കൽ. നിനക്ക് ഉളുപ്പുണ്ടാ? 24 ന്യൂസിൽ വന്നിട്ട് ചിലക്കാൻ വേണ്ടിയിട്ട് ഉളുപ്പും മാനുണ്ടാ? നീ എന്തറിഞ്ഞിട്ടാ ചിലക്കുന്നത്? മറ്റേ തുള്ളിച്ചിക്ക് വേണ്ടിയിട്ട് തുള്ളിച്ചി മുല കാണിച്ച് മുട്ടിയിട്ട് ഓനെ കൊല്ലുകയും ചെയ്ത്. എന്നിട്ട് നിന്നെ പോലെ തന്നെ ഓളു, ഇനി ഓളു ഒരേ പോലെ തന്നെ. പിന്നെ ഇനി നാളെ പിറ്റേന്ന് പറയോ അവൾ അങ്ങനെ പറഞ്ഞു, ഇവൾ ഇങ്ങനെ പറഞ്ഞു. ഇനി എന്റെ സ്ഥലം ഓർത്ത് വെച്ച, എന്റെ വീട് ഇരിട്ടിയാന്ന്, കണ്ണൂരാന്ന് സ്ഥലം. ഇനി എന്റെ പേരിൽ കേസ് കൊടുത്താലും വേണ്ടില്ല. ഇതിനു വേണ്ടിയിട്ട് കേസ് കൊടുത്താൽ എനിക്ക് ഒരു പേടിയുമില്ല. എന്തിനാ പേടിക്കേണ്ട ആവശ്യം? നിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടാവും. ആ ഒരു അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നാലേ ഇനി എന്താക്കൂ? ഇനി അപ്പോടങ്ങ് പറയുവോ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുവോ? ഉളുപ്പ് വേണേ ലേശോ? ഉളുപ്പ് മാനുണ്ടോ? ഇനി വന്ന് കുത്തിരുന്നിട്ട് 24 ന്യൂസിൽ വന്നിട്ട് ഇങ്ങനെ ചിലക്കാൻ നോക്കൂല. മനസ്സിലായാ? ഒരു അമ്മേന്റെ വേദന ഇനി മനസ്സിലാക്കണം എന്തെന്നാന്നുള്ളത്. മനസ്സിലായില്ലേ? അയാള് മരിച്ചുപോയി. അയാൾ ഒരു തെറ്റും ചെയ്യാതെ ഒരു പെണ്ണ് കാരണം അയാൾ മരിച്ചു. എന്നിട്ട് മറ്റോളെ സപ്പോർട്ട് ചെയ്യുന്ന സിംജിത മുസ്തഫ, എന്തെന്നേനും ഓളെ പേര്, ഓക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്നോള്. ഇനി മേലാൾക്ക് ഇനി ഇതുപോലെ വന്നിട്ട് ചലച്ചിട്ടുണ്ടെങ്കിൽ ആടെ വന്നിട്ട് നിന്നെ ചെരുപ്പ് ഞാൻ ഊരി ഇങ്ങനെ മോത്തിക്ക് അടിക്കും. ഞാൻ ഉറപ്പായ കാര്യം. അടിക്കുന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. ഇനി എന്ത് കേസ് വന്നാലും ജയിലിൽ പോയാലും വേണ്ടിയില്ല. ഇനി വന്ന് ചലച്ചിട്ടുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? ഇത് റീച്ചിന് വേണ്ടിയിട്ടല്ലാന്ന് മനസ്സിലാക്കിക്കോ. നിന്നെപ്പോലെയല്ല ഞാൻ പാട്ടുപാടിയോ അഭിനയിച്ചല്ല ഞാൻ റീച്ച് നേടുന്നത്. ഇഷ്ടമുള്ളവർ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് ഇടുക. അല്ലാത്തവർ ഇടണ്ട, അത്രയേ ഉള്ളൂ. അല്ല നിന്നെ പോലെ ഇങ്ങനെ ലിഫ്റ്റിക്കും തേച്ച് ഇങ്ങനെ വന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ പരിപാടി നമുക്കില്ല. മനസ്സിലായില്ലേ? വെച്ച് പോണേയുള്ള നേരത്തിന് ഇനി മേലാൾക്ക് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേ. ഇനി മേലാൾക്ക് ഇതുപോലെ വന്ന് 24 ന്യൂസിലോ വല്ല അഭിമുഖത്തിന് വന്ന് ഈ കുത്തിരിക്കുമ്പോൾ ഇതുപോലെ ചലച്ചിട്ടുണ്ടോ ഞാൻ കാർക്കിച്ച് ഇതിന്റെ മുഖത്ത് വന്നിട്ട് അടുത്ത് ഉപ്പും. ഞാൻ ഉറപ്പിച്ചതാ. തീട്ടം പോലത്തെ ഒരു സാധനം ഇറങ്ങീന്. യുവാവ് പറയട്ടെ. ഈ യുവതിയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതായത് ശ്രീലക്ഷ്മിയെ അടിക്കുമെന്നോ ശേഷം നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിന്നെ പോലെ തന്നെ ഓളു, ഇനി ഓളു ഒരേ പോലെ തന്നെ. പേടിയില്ല. എന്തിനാ പേടിക്കേണ്ട ആവശ്യം? അതങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും. ഒരു അമ്മേന്റെ വേദന ചെയ്യുന്ന സിംജിത മുസ്തഫ മോത്തിക്ക് അടിക്കും. ഞാൻ അല്ലാത്തൊരു ഇടണ്ട.
അത്രയുള്ള നേരത്തിന് ഇനി മേലെ ാണ് പക്ഷേ ഇങ്ങനെ ഇട്ട വീഡിയോ നിമിഷ നേരം വൈറലാവുകയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, 508 ലൈക്കാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ. അതായത് ഇവർ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് അരമണിക്കൂറിന്റെ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വൈറലാവുകയാണ്, ഭയങ്കര ഷെയർ ആവുകയാണ്. ഇതിൽ ശ്രീലക്ഷ്മി അടിക്കും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ശ്രീലക്ഷ്മിക്ക് പിടിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ശ്രീലക്ഷ്മി ഇതിനെതിരെ നാളെ തന്നെ കേസിന് പോകുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം പറയുകയാണ്, ഞാൻ ഈ വിഷയത്തിൽ ഈ സ്ത്രീക്കൊപ്പമാണ്. ശ്രീലക്ഷ്മി എന്ന അറക്കൽ, അവൾ അറുത്താണെങ്കിലും കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. നോക്കൂ നിങ്ങൾ, ദീപക് എന്ന മനുഷ്യന്, അതായത് ഒരു രാത്രി മുഴുവനും കരഞ്ഞ് ആ മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യന് ഞാൻ എന്ത് ചെയ്യും ദൈവമേ, അതായത് ചങ്ക് പൊട്ടി കരഞ്ഞു ഒരു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇങ്ങനെ ഇപ്പൊ നമ്മളിങ്ങനെ പച്ചക്കുള്ള നമ്മൾ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുന്നുണ്ട്, വേറെ ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നുണ്ട്, എന്താണ് പറയുന്നത്, വിധിയില്ല ദൈവത്തിന്റെ കരുണകൾ, നമ്മൾ അങ്ങനെ മരിക്കുന്നത്, നമുക്ക് അതിനെ അങ്ങനെ വെക്കാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പച്ചയായ മനുഷ്യന്മാർ നമ്മൾ ജീവൻ എടുക്കണമെങ്കിൽ എന്തായിക്കണം നമ്മുടെ അവസ്ഥ? അതായത് അങ്ങനെ ഒരു ജീവിതത്തിൽ പോലും ആ മനുഷ്യനെ പാവം ബസ്സിലേക്ക് കയറുമ്പോൾ ഞാൻ എന്റെ ജീവൻ നാളെ എടുക്കുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവോ? അങ്ങനെയുള്ള ഒരു പച്ചയായ മനുഷ്യൻ ജീവൻ എടുക്കുകയാണെങ്കിൽ എന്തുമാത്രം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും, എന്തുമാത്രം മാനസികമായിട്ട് അദ്ദേഹത്തിന് വിഷമമുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നത് എല്ലാവർക്കും, ഈ സ്ത്രീക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സംസാരിക്കും. ഓക്കെ, ഈ സ്ത്രീ വലിയ പൈസയും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ഒരു കുടുംബത്തിലുള്ള ഒരു സ്ത്രീയാണെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. അവരോട് ഞാനൊരു കാര്യം പറയുകയാണ്, ശ്രീലക്ഷ്മി എന്ന വൃത്തികെട്ടവൾ കേസിന് പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഓക്കെ, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഈ ശ്രീലക്ഷ്മി എന്ന വൃത്തികെട്ട ജന്തു ഇപ്പൊ മാത്രമല്ല ജന്തു ആയത്, മുമ്പും ജന്തു തന്നെയാണ്. ഈ ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണണം. ഓക്കെ, വുമൻസ് കമ്മീഷൻ ഉണ്ട്, അതുപോലെ മെൻസ് കമ്മീഷൻ ആവശ്യമുണ്ടോ? കമ്മീഷൻ കോമഡിയാണ്, കുറച്ച് പാർട്ടിക്കാരെ പിടിച്ച് ജോലിക്ക് കൊടുക്കാനും. അതായത് ഇവിടെ വുമൻസ് കമ്മീഷൻ വെച്ചിട്ട് എന്ത് നീതിയാണ് കിട്ടുന്നത്? അപ്പോൾ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ വെൽബീങ്ങിനായിട്ടുള്ള കമ്മീഷനാണ്. അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പീഡകർക്ക് വേണ്ടിയുള്ള യൂണിയൻ ആയിട്ടാണ് ഈ രാഹുൽ ഈശ്വറും ഇവരുടെ ടീമും അവന്മാരൊക്കെ കൂടെ കൊണ്ട് നടക്കുന്നത്. ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആൾക്കാർ റിയൽ ആയിട്ട് അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടി എന്തുകൊണ്ടാണ് പറയാത്തത്? പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തിന് വേണ്ടി. ഇപ്പൊ പുരുഷന്മാർക്ക് പറഞ്ഞാൽ അവർ ഈ പാർട്ടികർക്കിൽ ജീവിക്കുന്നുണ്ട്. എത്രയോ പുരുഷന്മാർ നമ്മുടെ ഇവിടുന്ന് നമ്മുടെ കുടുംബം നോക്കേണ്ടി വരുന്നു, അതുകൊണ്ട് ഗൾഫിൽ പോകുന്നു, അവിടെ കഷ്ടപ്പെടുന്നു, ലോൺ അടയ്ക്കുന്നു, പെങ്ങളെ കെട്ടിച്ചുകൊടുക്കുന്നു, സ്ത്രീധനം കൊടുക്കുന്നു. ഇതെല്ലാം ഈ പാർട്ടിക്കാർക്കിന്റെ ഒരു ഭാരം പേർന്ന പുരുഷന്മാർ. അതിനുവേണ്ടി എന്താണ് ഇവർ സംസാരിക്കാത്തത്? ഈ പീഡകരായിട്ടുള്ള ആൾക്കാർ, ഈ സമാധാനപ്പെട്ട ആൾക്കാർ മാറിയിടാനും അതിനൊക്കെ മാത്രമായിട്ട് പുരുഷ കമ്മീഷൻ എത്തിക്കൊണ്ട് വരുന്നത് എവിടെയാണ്? അപ്പൊ അങ്ങനെയുള്ള പീഡകർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന യൂണിയനെ നമ്മൾ ചേർത്ത് നിൽക്കും. സത്യം പറഞ്ഞാൽ ശ്രീലക്ഷ്മിയുടെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാണ് ഇതിനൊക്കെ പെരുമാറേണ്ടത്. ഇവളെ വീട് വളയണം. നിങ്ങൾ എന്ത് വൃത്തികളാണ് ഇവൾ പറയുന്നത്? നമ്മുടെ രാഹുൽ ഈശ്വർ ഉണ്ടല്ലോ, ദീപകിന്റെ കുടുംബത്തിന് 3 ലക്ഷത്തി ചില്ലാനം രൂപ പിരിച്ചിട്ട് കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ആ കുടുംബത്തിന് ആരോരും ഇല്ലാത്ത സമയത്താണ് രാഹുൽ ഈശ്വർ 3 ലക്ഷം എന്ന് പറഞ്ഞ ചില്ലരക്കാരിയാണോ? ആ കുടുംബത്തിന് എന്തായാലും 2-3 മാസമെങ്കിലും, ഒരു 3-4 മാസമെങ്കിലും ഒരു എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റൂല. ആരോരും ഇല്ല. നിങ്ങൾ നോക്കണം, പ്രായമായ ഒരു അമ്മ, പ്രായമായ അച്ഛന്, ഇവരൊക്കെ ഇനി പണിക്ക് പോയിട്ട് ജീവിക്കുന്നതാണോ? ആരോരുമില്ല. ആ ദീപക് എന്ന മനുഷ്യനായിരുന്നു അരി കൊണ്ടുപോകുന്ന ആള്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന് ആ കുടുംബത്തിൽ ഇല്ലാതാവുമ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വറും കാര്യങ്ങളൊക്കെ സഹകരിക്കുമ്പോൾ ശ്രീലക്ഷ്മി എന്ന വൃത്തികെട്ടവൾ പറയുകയാണ്, അത് വേണ്ട, എന്തിനാണ്, അവൻ ചത്ത നന്നായി, അവൻ ഇനിയും ചാവണം, അങ്ങനെ ഇങ്ങനെ. എന്താണല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശമെന്നേ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെയെങ്കിലും ദീപകിന്റെ കുടുംബത്തിന് നീതി കിട്ടണം. ദീപകിന്റെ കുടുംബത്തിന് നീതി കിട്ടുന്നതോടൊപ്പം തന്നെ ദീപകിന്റെ ജീവൻ എടുത്തവൾക്ക് അർഹമായ ശിക്ഷയും കിട്ടണം. നമ്മുടെ 5 പേരെ അടിച്ചു കൊന്ന് 4 പേര് മരിച്ച ആ പ്രതി ഉണ്ടായിരുന്നു, അഫാൻ, ചുറ്റികയ്ക്ക് അടിച്ചു കൊന്നതാ. അവൻ പറഞ്ഞത്, രാത്രി എനിക്ക് പൊറോട്ടയും ബീഫും വേണം, എനിക്ക് പൊറോട്ടയും ചിക്കനും വേണം. നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ ഭക്ഷണമൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഞാൻ അങ്ങനത്തെ ഭക്ഷണമൊന്നും കഴിച്ച ശീലമില്ല, എന്നതുപോലെ എനിക്ക് കൊതുകടി കൊള്ളാൻ പറ്റില്ല. ഞാൻ ലീഗിന്റെ പ്രവർത്തകയാണ്, മുൻ വാർഡ് മെമ്പറായിരുന്നു, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഈ തരുന്ന ജയിൽ ഭക്ഷണമൊന്നും പറ്റില്ല, ഞാൻ പ്രതിയല്ല, ഞാൻ ഇരയാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ് അവിടെ കിടന്ന് നിലവിളിക്കുന്ന റീൽ സോളിയെയാണ് ഇന്ന് മാധ്യമങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത്.